ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി തേടുന്നത്. ബീഹാർ 8, ഹരിയാന 10, ജമ്മുകശ്മീർ 1, ഝാർഖണ്ഡ് 4, ഡൽഹി 7, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 8 എന്നിവിടങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും പ്രചാരണത്തിനെത്തി. ഹിമാചലിലെ നഹൻ, മണ്ഡി എന്നിവിടങ്ങളിൽ നടന്ന വിജയ് സങ്കൽപ് റാലികളിലും പഞ്ചാബിലെ ഗുർദാസ്പൂരിലും ജലന്ധറിലും സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഝാർഖണ്ഡിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഝാർഖണ്ഡിലും പാർട്ടി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പഞ്ചാബിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ട വോട്ടെടുപ്പിന് ശേഷവും വോട്ടിംഗ് ശതമാനത്തിന്റെ ആധികാരികമായ കണക്ക് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടക്കാല നിർദ്ദേശം നൽകാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും ACS ശർമ്മയും അംഗങ്ങളായ ബെഞ്ചാണ് തീരുമാനം അറിയിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മെയ് 26-ന് ഇത് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്നും പശ്ചിമബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും തീരങ്ങളിൽ പ്രവേശിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ അധ്യക്ഷതയിൽ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലാക്രമണത്തിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന തിരുവനന്തപുരം ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. സംസ്ഥാനത്ത് ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ തോതിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മൺസൂണിന്റെ ആദ്യ പകുതിയിൽ അതിതീവ്ര മഴയുണ്ടാകാനുള്ള സാധ്യതയെ ജാഗ്രതയോടെ കാണണം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ സംസ്ഥാനത്തുണ്ടെന്നും ജൂൺ മാസത്തിൽ 7 ടീമുകൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലും യോഗം അംഗീകരിച്ചു. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തുവന്നു. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയം സംബന്ധിച്ച് സർക്കാരോ പാർട്ടിയോ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന അവതാരകരെ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സർക്കാർ ടെലിവിഷൻ ചാനലാകാൻ ഒരുങ്ങി ദൂരദർശൻ കിസാൻ. AI ക്രിഷ്, AI ഭൂമി എന്നീ 2 അവതാരകരാണ് DD കിസാൻ ചാനലിന്റെ ഭാഗമാകുന്നത്. ഈ ഞായറാഴ്ച മുതൽ പുതിയ രൂപത്തിലും പുതിയ ശൈലിയിലും ഇന്ത്യയിലെ കർഷകർക്കിടയിൽ DD കിസാൻ എത്തുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സൺറൈസേഴ്സ് 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺ എന്ന നിലയിലാണ്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് വിജയിക്കുന്നവർ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.